നിർബന്ധിതമായി വന്ധ്യംകരിച്ചതുൾപ്പെടെ 80 ലക്ഷം യുവാക്കളെ ഒരു തലമുറ പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ വന്ധ്യംകരിച്ച ഇന്ദിരാഗാന്ധിയുടെ ചരിത്രമൊക്കെ ഇനി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ശ്രീ രാംകുമാർ സാറിന് കുറച്ചുകൂടി കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ടാകും. നോക്കൂ, ഇപ്പോൾ റെജി ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നു. നോക്കൂ, അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത ദിനങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച ആ കൊടും ക്രൂരതകൾ ഒരുപക്ഷെ ഈ ജൻസി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കൊന്നും ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്തെ ആ കറുത്ത ദിനങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മ കാണില്ല. ശ്യാമും ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് അടിയന്തരാവസ്ഥ കാലത്ത് വിളിച്ച മുദ്രാവാക്യങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് വിളിച്ച മുദ്രാവാക്യങ്ങളും അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയവും നന്നായി ചരിത്രബോധമുള്ള കുട്ടികൾ തന്നെയാണ് ഇന്ത്യയുടെ ജൻസി കുട്ടികൾ. നിങ്ങൾ ജൻസികളാണ് എന്ന് പറയുന്നത് അത് അവർ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നവരാണ്, അവർ ചരിത്രം പഠിക്കുന്നവരാണ്. ചരിത്രം പഠിച്ചവരെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥ കാലം അവർ മറന്നുപോയിട്ടൊന്നുമില്ല. അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. രാംകുമാർ സാർ സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് രാംകുമാർ സാർ, ക്ഷമിക്കണം, അങ്ങ് ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? ഹലോ, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ അങ്ങ്? ഇല്ല, കേട്ടില്ല. അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ യുവാക്കൾക്കെതിരായ കൊടും ക്രൂരത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ അടിയന്തരാവസ്ഥ കാലത്തെ ഇരുണ്ട ദിനങ്ങളിലേക്കൊന്ന് പോകണം. ഇവിടുത്തെ യുവാക്കളെ കൂട്ടത്തോടെ വന്ധീകരിച്ച ഒരു സർക്കാർ ഇവിടെ നിലവിലുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ മകനാണ്. ഈ ചരിത്ര സത്യങ്ങളൊക്കെ കുഴിച്ചു മൂടിക്കൊണ്ടാണ് ഇപ്പോൾ വലിയ വായിൽ ജനാധിപത്യത്തിന്റെയൊക്കെ കാവൽ മാലാഖമാർ എന്നറിയപ്പെടുന്നവർ ഇങ്ങനെ പറയുന്നത്. അതിലും രസകരമായത് ഈ പ്രക്ഷോഭം നടക്കുന്ന ജന്തർ മന്ദറിന് അധികം ദൂരെ അല്ലാത്തൊരു സ്ഥലത്താണ് ഈ രാജ്യത്തിന് വേണ്ടി എല്ലാ കാലത്തും നിന്ന ദേശസ്നേഹികളായ സിഖുകാരെ കോൺഗ്രസ്സുകാർ കൂട്ടക്കൊല ചെയ്തത്. എന്നിട്ട് മാന്യനായതുകൊണ്ട് മൻമോഹൻ സിംഗ് അതിന് മാപ്പ് ചോദിച്ചു. ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന രാജാവിനെയൊക്കെ രാജഭക്തി കാണിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആ മാന്യത പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് നിരർത്ഥകമായ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അടിയന്തരാവസ്ഥയെപ്പറ്റി കൂടുതൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് നമ്മുടെ രാജ്യത്തെ യുവരക്തങ്ങൾ തിളച്ചു പൊങ്ങുന്ന വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ അല്ലാത്തവരൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി ശബ്ദിച്ചവരെ ക്രൂരമായും മർദ്ദിച്ച് കൊലപാതകം വരെ നടത്തി ഒരു മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നില്ലേ? ആ മുഖ്യമന്ത്രിയാണ് മദാമ എന്ന് പിന്നീട് വിളിച്ചത്. ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. കാരണം അനുകരണീയമായ ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് തൊലച്ചത്. അപ്പോൾ ഈ പാരമ്പര്യമുള്ള പാർട്ടി ഇന്ന് വന്ന് ജനാധിപത്യത്തെപ്പറ്റി ഗിരിപ്രസംഗം നടത്തുമ്പോൾ അവരുടെ ഇരട്ടത്താപ്പിൻ്റെ മുഖം ഒന്നുകൂടി വികൃതമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ജനാധിപത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോലീസ് ആക്രമണങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ ആ പാർട്ടിക്ക് യാതൊരു അവകാശവുമില്ല. അതിലൊന്നും വിശ്വസിക്കാത്തവരാണ്. കാരണം അത്രമാത്രം പോലീസ് അതിക്രമങ്ങൾ നടത്തിയൊരു പാർട്ടിയാണ്. ഇന്നിപ്പോൾ ജനവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞ കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് എടുത്ത നടപടികളെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ അംഗീകരിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് 4000-ലധികം ക്രിമിനൽ അംഗങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. അതാണോ വിദ്യാർത്ഥികൾ? അവരെക്കുറിച്ചാണോ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിക്കാൻ പോയത്? 4000 ഗുണ്ടകളെ പറ്റി? അതോ വിദ്യാർത്ഥികളോ? വിദ്യാർത്ഥികളെ മറയാക്കിക്കൊണ്ട് രാഷ്ട്രീയമായി നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ജമാഅത്ത് ഇസ്ലാമി, ഉമർ ഖാലിദ് എന്നിവരുടെ അനുയായികളെ കൂട്ടിപ്പിടിച്ച് അസ്ഥിരത ഒരു ശ്രമം നടത്തി. അത് മണത്തറിഞ്ഞ പക്വമതിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അല്ലാതെ കോടതി വിധി ഉണ്ടായിട്ട് കടിച്ചു തോങ്ങുന്ന പാരമ്പര്യം അദ്ദേഹം പിന്തുടർന്നില്ല. അതോടുകൂടി സമരക്കാരുടെ കാറ്റുപോയി. അപ്പം ഗതികെട്ട് ഇപ്പോൾ
അമിത്ഷായും പ്രധാനമന്ത്രി രാജിവെക്കണം, ജനങ്ങൾ തിരഞ്ഞെടുത്തവരൊക്കെ രാജിവെക്കണം, ജനങ്ങൾ തോൽപ്പിച്ചവർ രാജിവെക്കണമെന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ഇതാണോ? എന്തൊരു വികൃതമായ വിചിത്രമായ വാദഗതിയാണ്. ഇതിൽ എന്തൊരർത്ഥമാണുള്ളത്? യെസ്.